ശ്രീത്ത്, വെള്ളാപ്പള്ളി നടേശൻ ഏറെക്കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഹിന്ദുക്കളെല്ലാവരും കൂടി ഒന്നിച്ച് ചേരണം. ഹിന്ദുക്കളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആചാരമുണ്ട്. അതങ്ങനെ ആയിക്കൊള്ളട്ടെ, എന്നാലും അവരെല്ലാവരും ഒന്നിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ക്രൈസ്തവർ പല വിഭാഗമില്ലേ, അവരെല്ലാം ഒറ്റ ഒരാളുടെ പേരിൽ ഒന്നിക്കുന്നുണ്ട്, യേശുവിൻ്റെ പേരിൽ. അതുപോലെ എന്തുകൊണ്ട് ഹൈന്ദവർക്കും സാധിക്കുന്നില്ല? ഇപ്പോൾ അത് പണ്ടുപോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നായിരുന്നു. ഇപ്പോൾ അത് മാറ്റി എന്തുവരെയാക്കിയിട്ടുണ്ട്, നസ്രാണി. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ അവരും ഏറെ കഷ്ടത അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ വെള്ളാപ്പള്ളിയുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമോ? വെള്ളാപ്പള്ളി നടേശൻ മുൻകാലങ്ങളിൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇറക്കിയ പ്രസ്താവനയാണ് നായാടി മുതൽ നമ്പൂതിരി വരെ കേരളത്തിൽ ഒന്നിക്കണം. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് ഭരണം നടത്തുന്നത്, അവരുടെ കയ്യിലാണ് മൂന്ന് കുഞ്ഞു അല്ലേ, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ 3 പേർ ചേർന്നാണ് അവിടെ ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയുടെ ഇടയിലാണ് ഈ പ്രസ്താവനകൾ നിരന്തരം ഉണ്ടായിരുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെ ഒറ്റക്കെട്ടായി നിൽക്കണം, നാം ജാതിപരമായ വിവേചനം പാടില്ല. അതോടൊപ്പം തന്നെ അന്ന് സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അന്ന് വലിയ രീതിയിൽ ഐക്യമെല്ലാം അന്ന് ഉണ്ടായിരുന്നു. പിന്നീട് അത് അടിച്ചു പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പിന്നാലെയായിരുന്നു അന്ന് BDJSൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. BDJS BJPയിലേക്ക് പോകുന്നു. അത് ഒരു പരിധിവരെ BJPക്ക് ഗുണകരമായി പല മണ്ഡലങ്ങളിലും ആ രീതിയിലുള്ള വോട്ടുകൾ കുറച്ച് സമാഹരിച്ചവർ, വലിയ രീതിയിലുള്ള വോട്ടുകൾ ഈഴവ വിഭാഗത്തിൽ നിന്നും BJPയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കാരണം ഈ CPMൻ്റെ കേരളത്തിൽ രൂപീകരണം മുതൽ തന്നെ CPMൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് മാറിയിട്ടുണ്ട്. കാരണം ഈ പാർട്ടി ഗ്രാമങ്ങളും CPMൻ്റെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരു പരിധിവരെ പിന്നോക്ക സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ CPMന് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും പാർട്ടി ഗ്രാമങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ മലപ്പുറത്ത് പോയാൽ കാണാൻ കഴിയുമോ? ഇല്ലല്ലോ. അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ CPMന് സ്വാധീനമില്ല. അത് ജില്ലാടിസ്ഥാനം നോക്കിയാൽ തന്നെ അറിയാം. മലപ്പുറം ജില്ലകളിൽ മുസ്ലിം ലീഗിനാണ് സ്വാധീനം. കോട്ടയത്തും പത്തനംതിട്ടയിലെല്ലാം പോകുമ്പോൾ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കേരള കോൺഗ്രസ് UDFനുമാണ് സ്വാധീനം. എറണാകുളത്ത് പോകുമ്പോൾ UDFൻ്റെ പല ശക്തി കേന്ദ്രങ്ങളാണല്ലോ. അതിന് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ LDFന് ശക്തി കുറവാണ്. ഇപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അവിടുന്ന് ആ പ്രസ്താവനയിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെയാണെങ്കിൽ ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയാണ്. അദ്ദേഹം നസ്രാണിക്കും കൂടി ആ പദവി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവർ കൂടി ഇതിൻ്റെ ഭാഗമായി ഒന്നാകണം, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പ്രസ്താവന കൊണ്ട് ഗുണകരമാകാൻ പോകുന്ന BJPക്കാണ് അവർ അതിനുവേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളുമായും പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് നാം കണ്ടത്. ഇപ്പോൾ ക്രിസ്മസ് ആയിരുന്നല്ലോ, ഇപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാലക്കാടും പലയിടത്തും ഈ പുൽക്കൂടും എല്ലാം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ BJP ഇപ്പോൾ തുടർച്ചയായി തന്നെ സ്നേഹയാത്ര നടത്തുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ വീട്ടിലെത്തി കേക്ക് മുറിക്കുന്നതും ആ കേക്കുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായില്ല. തൃശ്ശൂരിൽ കേക്കുമായി സുരേന്ദ്രനെ സന്ദർശിച്ചത് തൃശ്ശൂരിലെ മേയറാണ്. മേയറാണെങ്കിൽ LDF ആണ്, അവിടെ ഭരണം നടത്തുന്നത് LDF ആണ്. അങ്ങനെ LDF തന്നെ കേക്കുമായി എത്തിയ സുരേന്ദ്രൻ എത്തി. അങ്ങനെ വലിയ രീതിയിൽ BJPക്ക് അങ്ങനെ ചർച്ചകളിലെങ്കിലും നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നുണ്ട്. അത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമായിരുന്നു. കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ, പ്രത്യേകിച്ച് അവർ അമിത്ഷായും നരേന്ദ്രമോദിയെല്ലാം വന്നതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ അധികാരത്തിൽ എത്തണമെന്നൊരു ചിന്തയുണ്ട്. മുൻകാലങ്ങളിലൊന്നും അങ്ങനെയില്ല. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക, പിന്നീട് ശക്തിയുള്ള, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ശക്തിയുള്ള സ്ഥലങ്ങളിൽ അമിതമായി തന്നെ അവർ പ്രാധാന്യം നൽകുകയും അവിടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും അധികാരം നേടണം. വടക്ക് പടിഞ്ഞാറില്ല, തെക്ക് വടക്കില്ല, അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും അധികാരം നേടണമെന്ന ചിന്തയുമായാണ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ ഒരു 2 വർഷം മുൻപ് തെലങ്കാനയിൽ ഒരു ദേശീയ സമ്മേളനം നടന്നിട്ടുണ്ട്. ആ ദേശീയ സമ്മേളനത്തിൻ്റെ തീരുമാനമായിരുന്നു ഈ
ഈ സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരിക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടകയിൽ അവർക്ക് അധികാരമുണ്ട്, ആന്ധ്രാപ്രദേശും തെലങ്കാനയും എല്ലാം പിടിച്ചെടുക്കുക എന്ന ചിന്താഗതിയോടുകൂടിയാണ് BJPയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് എങ്ങനെ BJPക്ക് അങ്ങനെ പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കേരളത്തിൽ സാധിക്കുന്നില്ല. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നു കയറുക, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നു കയറുക എന്ന ചിന്തയാണുള്ളത്. കാരണം ക്രൈസ്തവ വിഭാഗത്തിന് കേരളത്തിൽ 10-15% ജനസംഖ്യയുണ്ടല്ലോ. അപ്പോൾ അവരുടെ വോട്ടും ഇവിടെ ഹിന്ദുക്കളുടെ വോട്ട്, ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും നേടുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു 60-70 സീറ്റിലധികം ഒറ്റയ്ക്ക് നേടാവുന്ന ചില മണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ അല്ലാതെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷവും ക്രൈസ്തവരും സ്വാധീനമുള്ള ഒരു 100-ലധികം മണ്ഡലങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വിജയിച്ച് കയറാനുള്ള 100-ലധികം മണ്ഡലങ്ങൾ BJP തന്നെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് അവർക്ക് അനുകൂലമായി ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഈ പ്രസ്ഥാനം വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉൾത്തിരിഞ്ഞു വരുന്നുണ്ട് കേരളത്തിൽ. പണ്ടെല്ലാം BJPയുടെ അയിത്തം കൽപ്പിച്ചിരുന്നതാണ്. BJPയുമായി ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ മറ്റ് ജനങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. അങ്ങനെ BJP തുടക്കത്തിലൊന്നും ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം മാറി ഇപ്പോൾ ബിഷപ്പ് ഹൗസിലെല്ലാം കയറിച്ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് BJP നേതാക്കൾക്കുള്ള അവസരം ഒരുങ്ങി വന്നിട്ടുണ്ട്. അത് ഇവിടെ കേരളത്തിൽ പലതവണ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. കാരണം ഈ മറ്റൊരു ന്യൂനപക്ഷമുണ്ട്, അവരുടെ അമിതമായ കടന്നുകയറ്റവും ഈ ലവ് ജിഹാദും അങ്ങനെയുള്ള പ്രസ്താവന, നാർക്കോട്ടിക് ജിഹാദും അങ്ങനെയുള്ള പ്രസ്താവനകളുമായി ബിഷപ്പുമാർ തന്നെ രംഗത്ത് വരുന്നുണ്ട്. അവർ പറയുന്നത് അവരുടെ സമുദായത്തിൽ നിന്നും ഇത്തരം പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നതായി മറ്റുള്ളവർ പറയുന്നതല്ല, അതിനകത്തുള്ള തന്നെ ബിഷപ്പുമാർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെല്ലാം വലിയ രീതിയിൽ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. നമുക്ക് BJPയുടെ അയിത്തം കുഴപ്പമില്ല, അയിത്തമെന്നുമില്ല, BJPക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും അങ്ങനെ ഒരു രീതിയിൽ സ്വപ്നം കാണുന്നുണ്ട്. കാരണം BDJS അവിടെ നിൽക്കുകയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ മോൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് UDFിലേക്ക് വരുമെന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനവും ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം BJPയിലെ ഒരു അതൃപ്തി അവർക്ക് ഉണ്ട് എന്നുള്ളതും. അതെ, അത് പ്രധാനമായി അതിന് മറ്റൊരു കാരണം BDJS ഇപ്പോൾ വർഷങ്ങളായി തന്നെ BJPയിൽ നിൽക്കുകയാണ്, NDAയുടെ ഘടകകക്ഷിയാണ്. പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം തുഷാർ വെള്ളാപ്പള്ളി സ്വപ്നം കണ്ടിരുന്നു. അത് നാം 2019 അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. ചിലപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിക്കുമെന്ന് ചർച്ച ഉണ്ടായിരുന്നു. പിന്നീട് 2024 വന്നപ്പോൾ സമാനമായ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. BDJSന് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടുമെന്ന രീതിയിലൊരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ലഭിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പാർട്ടി അണികൾക്ക് ഇടയിൽ നിന്നും ഒരു ചർച്ച വരുന്നത്. കാരണം UDF വീണ്ടും 2026 തുടർച്ചയായ പരാജയം, 2016 പരാജയപ്പെട്ടു, 2021 പരാജയപ്പെട്ടു. അങ്ങനെ പക്ഷേ ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് 2026 കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു MLAയും അതിലൂടെ തന്നെ മന്ത്രിയുമെല്ലാം BDJS സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെ കൊണ്ട് പല വോട്ടുകളും നേടാൻ കഴിഞ്ഞെങ്കിലും വലിയ വിജയം ഈ പാർട്ടിയെ കൊണ്ടൊരു ഈ പാർട്ടി സജീവമല്ലല്ലോ. പാർട്ടിയെ കൊണ്ട് BJPക്ക് പിന്നോക്ക വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചെങ്കിൽ ഈ പാർട്ടിക്ക് സ്വന്തം നിലയിൽ ഒരു വളർച്ച കാണുന്നില്ല. അതുകൊണ്ടാണ് അവർ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അവർ മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യം, അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ അത് BDJSനും ഗുണമാണ്. BDJS എന്ന തൻ്റെ മകൻ്റെ പാർട്ടിക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന ചിന്തയും വെള്ളാപ്പള്ളി നടേശനുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഈ നിലപാടിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്നതാണ്. കാരണം കുറച്ച് നാൾ BJPയോട് കൂടെ നിൽക്കുക കാണാം, പിറ്റേ ദിവസം നോക്കുമ്പോൾ നവോത്ഥാന സദസ്സല്ലേ, നവോത്ഥാന സദസ്സുമായി പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നത് കാണാം. കാരണം ശബരിമല പ്രക്ഷോഭകാലത്തുള്ള ഒരു നവോത്ഥാന നായകനായി മാറാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു പിണറായി വിജയനോടൊപ്പം നിന്ന്. അങ്ങനെയുള്ള നിലപാടിൽ മാറ്റം വരുത്തുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി തന്നെ പറയുന്നു കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. അത് BJPയിലാണ് അതിൻ്റെ വോട്ട്, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് BJPയിലൂടെയാണ് കേരളം ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്.
BJPക്ക് പല സ്ഥലങ്ങളിലും വലിയ വോട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റമുണ്ടായാൽ കേരള ചരിത്രത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്.